അപ്പൊ അയാൾ പറഞ്ഞിരുന്നത് നമ്മുടെ sin x by x as x tends to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ലിമിറ്റ് എത്രയാ? 1 ആണ്. അതിന്റെ പ്രൂഫ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ലിമിറ്റ് x tends to 0 sin x by x equal to 1. ഇതിൽ പിള്ളേരെ ഹലോ, അതിന്റെ നോട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ടോ മോനെ? ഇത് നോക്കിയിട്ടില്ല അല്ലെ? ഇത് നോക്കിയിട്ട് കഴിഞ്ഞ ക്ലാസ് ഇത് നോക്കിയിട്ടില്ല സർ. നോക്കിയിട്ടില്ല. അപ്പൊ ഇതിന്റെ പ്രൂഫ് അതില് 0-നും π/2-നും ഇടയ്ക്ക് വരുമ്പോഴും π/2-നും പൈക്ക് ഇടയ്ക്ക് വരുമ്പോഴും ഉള്ള കാര്യങ്ങൾ രണ്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്, വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ അടുത്തും ചെയ്യാൻ പറ്റും. അത് മൈനസ് തീറ്റ വരുമ്പോഴുള്ള കേസാണ്. -π/2-നും +0-നും ഇടയ്ക്ക് വരുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലിമിറ്റ് x tends to 0 tan x by x ഇതിന്റെ വാല്യൂ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും? 1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈ LHS എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് can be written as limit x tends to 0 tan x can be written as sin x by cos x. ഇവിടെ താഴെ x ഉണ്ട്, into x, that is equal to limit x tends to 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 by cos x into sin x by x ആയിട്ട് ഇതിനെ എഴുതാം അല്ലേ? അല്ലെ? 1 by cos x into sin x by x. The limit of the product എന്താ? Product of limits ആണ്. Limit x tends to 0 1 by cos x into limit x tends to 0 sin x by x. ഇതിൽ നമുക്കറിയാം എക്സിന് 0 കൊടുത്താൽ cos 0 1 ആണ് അല്ല കേട്ടാ? cos 0 എത്രയാ? 1 ആണ്. അപ്പൊ 1 by 1 വരും. ഇതിന്റെ ലിമിറ്റ് x by sin x by x ന്റെ ലിമിറ്റ് എത്രയാ? 1 ആണ്. അപ്പൊ 1 into 1 into 1 sorry 1 into 1 എത്ര കിട്ടുന്നേ? 1 will be the answer. Therefore we have the problem limit x tends to 0 tan x by x is equal to എത്രയാ? 1 ആണ്. അതുപോലെ തന്നെ sin x by x also is equal to എത്രയാ? 1. cos x by x നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ അതിന്റെ വാല്യൂ പിന്നെ 0 ആയിട്ടാണ് കിട്ടുക. അതിന് കൂടാണ്ട് വേറെ ഒന്നുണ്ട്, ലിമിറ്റ് x tends to 0 cos x minus 1 divided by x. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാ സാധനം? ലിമിറ്റ് x tends to 0 cos x minus 1 divided by x. ഇത് prove that it is equal to 0. കണ്ടോ മോനെ? കാണുന്നുണ്ട്. ലിമിറ്റ് x tends to 0 cos x minus 1 divided by x is equal to 0 എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്ക് സൈൻ്റെ സങ്കേതം തന്നെ ഉപയോഗിക്കാനാ പറ്റുക. സൈൻ്റെ ലിമിറ്റ് എന്താ പറഞ്ഞത്? ലിമിറ്റ് sin x by x is equal to 1 ആണ് അല്ലേ? അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫോർമുല എന്താ വെച്ചാല്, ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. cos 2x is equal to 3 ഫോർമുല പഠിച്ചിട്ടുണ്ടാവും അവിടെ. cos square x minus sin square x എന്ന് പഠിക്കും. അതുപോലെ തന്നെ 2 cos square x minus 1 പഠിക്കും. അതുപോലെ തന്നെ 1 minus 2 sin square x. ഇങ്ങനെ 3 ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? cos 2x ന്റെ ഫോർമുല എന്താ? cos square x minus sin square x, അല്ലെങ്കിൽ 2 cos square x minus 1, അല്ലെങ്കിൽ 1 minus 2 sin squared x. 2 sin square x എന്നാണ് പഠിച്ചിരിക്കുന്നത്. Can you follow? Yes sir. ക്ലിയർ ആണ് അല്ലേ? ഇത് തന്നെ cos x ആക്കി എഴുതുമ്പോ നമ്മൾ അവസാനത്തെ ഫോർമുലയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇയാളെയാണ് ഉപയോഗിക്കേണ്ടത്. എന്താ? അപ്പൊ cos 2x എന്താ? 1 minus 2 sin squared x. അപ്പൊ cos x ആവുന്നതിന് ഹാഫ് ആംഗിളിലേക്ക് ആക്കിയാൽ എന്തായി? 1 minus 2 sin squared x by 2 അല്ലേ?
ഇനി ഇവിടെ നമുക്ക് കിട്ടുന്നത് cos x മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ആണ് കിട്ടുന്നത്. അപ്പൊ മോളൊന്ന് നോക്കിയാൽ cos x നിന്ന് ഞാൻ 1 സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് -2 sin സ്ക്വയർ ബൈ 2 കിട്ടിയില്ലേ? ആ സർ. ഇതല്ലേ കിട്ടുക? ആ എന്താ കിട്ടിയ? cos x മൈനസ് 1 ഈക്വൽ ടു -2 sin സ്ക്വയർ x/2. Therefore, instead of cos x minus 1, I can write in the -2 sin squared x/2. അപ്പൊ ഇവിടെ നമ്മള് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് x ടെൻസ് ടു 0. Instead of cos x minus 1, I can write -2 sin square x/2 by x. divided by x. Can you follow? Yes sir. That is equal to limit x tends to 0 -2 into sin square x/2 can be written as sin x/2 into sin x/2 divided by x. Can you follow? Yes sir. നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തത് എന്താ? ലിമിറ്റ് x tends to 0 sin x by x is equal to എന്താ? ലിമിറ്റ് x tends to 0 sin x by x equal to 1 ആണ്. Equal to 1. ഇവിടെ എന്ത് വരുന്നു? അതെന്നെ താഴെ വരണം അല്ലേ? Yes sir. അപ്പൊ sin x/2 by എന്ത് തന്നെ വരണം? x/2 ആണ്. by x/2 1 ആയിരിക്കും. ഇവിടെ x 0ലേക്ക് പോകുമ്പോ x/2 എവിടേക്ക് തന്നെ പോവാ? 0. 0ലേക്ക്. അപ്പൊ ഇതിന് y വിചാരിക്കുക. x/2 എന്തായിട്ട് വിചാരിക്കുക? y ആയിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ തീറ്റ ആയിട്ട് വിചാരിക്കുക. x/2 എന്തായിട്ട് വിചാരിക്കുക? തീറ്റ ആയിട്ട് വിചാരിക്കുക. Okay sir. അപ്പൊ നമുക്ക് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 അല്ലേ മോനെ? സൈൻ തീറ്റ ബൈ തീറ്റ അത് എത്രയാന്ന് അറിയാം നമുക്ക്? 1 ആണെന്നറിയാം. ഇവിടെ രണ്ട് ചങ്ങാതിമാരുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നത് എന്താ? ഒരു സൈൻ x/2 താഴെ x/2 കൊടുക്കാൻ പറ്റണ്ടേ? ഹലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിക്കാട്ടോ. ലിമിറ്റ് x ടെൻസ് ടു 0 -2 into sin x/2 into sin x/2 by x എന്ന് സാർ എഴുതുന്നു. തെറ്റില്ലല്ലോ? ഇല്ല, തെറ്റില്ല. പക്ഷെ നമുക്കറിയാം ഇതിന്റെ ലിമിറ്റ് 1 ആവണമെങ്കിൽ ഇവിടെ x/2 വരട്ടെ? വരണം. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അത് വരുത്താം. ലിമിറ്റ് x ടെൻസ് ടു 0 -2 sin x/2 into sin x/2 ഡിവൈഡഡ് ബൈ, ഞാൻ ഇല്ലാത്ത അങ്ങോട്ട് വരുത്താണ് x/2. അവിടെ into 2 എന്ന് എഴുതണ്ടേ? എന്നാലല്ലേ x/2 വെട്ടിപ്പോവുള്ളൂ. അല്ല 2 വെട്ടിപ്പോവുള്ളൂ. x അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കുമ്പോ ഈ 2 ഈ 2 ആയിട്ട് വെട്ടി കളഞ്ഞൂടെ? ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 minus sin x/2 into sin x/2 divided by x/2. Can you follow? Yes sir. ആര് ക്യാൻസൽ ചെയ്ത് പോയി? 2 ഈ 2 എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇങ്ങനെ ഈ രൂപത്തിലായി. ഇനി നമുക്കറിയാം ലിമിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു എന്താ? പ്രോഡക്റ്റ് ഓഫ് ദി ലിമിറ്റ്സ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് x ടെൻസ് ടു 0 minus sin x/2 into limit x tends to 0 x sin x/2 by x/2 എന്ന് എഴുതാം അല്ലേ? അതെ സർ. ഇനി ഇതിന്റെ ലിമിറ്റ് sin x/2 as x tends to 0 എന്ന് പറഞ്ഞാൽ x 0ലേക്ക് പോയാൽ sin 0 എത്ര? 0 അല്ലേ? 0 ആണ്. ഇതിന്റെ വാല്യൂ എത്രയാ? 1 ആണ്. അപ്പൊ 0 into 1 വരില്ലേ? -0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. 0 into 1 എത്രയാ? വാല്യൂ എത്രയാ? 0. Equal to 0. Therefore, we got the proof as limit x tends to 0 cos x minus 1 divided by x is equal to 3. 0. Proof ഇനി ആവർത്തിക്കണം? വേണ്ട സർ. ക്ലിയർ ആയിട്ടുണ്ട്? Okay. Therefore, we have this result also. ഇനി കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ചെയ്തായിരുന്നു അത് sin 3x by sin 2x ന്റെ ഒക്കെ ചെയ്തിട്ട് ഓർക്കുണ്ടാവും. sin 3x by sin 2x ന്റെ ലിമിറ്റ് കാണാനായിട്ട് ലിമിറ്റ് x tends to 0 ചെയ്യുമ്പോൾ സാറ് ചെയ്ത പണി ലിമിറ്റ് x tends to 0 sin 3x by 3 divided by sin 2x 3x നേടി sin 2x divided by
2x 2x. ഓർക്കുന്നുണ്ടോ പോലെ? ആ ആ ഇപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഇവിടെ ഇൻറ്റു 3x ചെയ്യണ്ടേ ശരിക്ക്? നല്ല ക്യാൻസൽ ചെയ്ത് പോകല്ലോ. അല്ല 3 ചെയ്താ പോരെ? ഇൻറ്റു 3 ചെയ്താ പോരെ? എക്സ് ഇവിടെ ഇല്ലാത്ത എക്സ് അല്ലേ നമ്മൾ ഇട്ടെ? അല്ല അടിയിലത്തെ എക്സ് അപ്പൊ ക്യാൻസൽ ചെയ്ത് പോകില്ലേ? ആ ഞാൻ വരുന്നു, അതിലേക്ക് വരുന്നു. ഇൻറ്റു ഇവിടെ എന്ത് വരണം? ഇൻറ്റു 2x വരണ്ടേ? ആ ആ ഈ എക്സ് എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. നീ പറഞ്ഞ ആ കറക്റ്റാ. അപ്പൊ 3 കൊണ്ട് ചെയ്യാം, ഇവിടെ എന്തുകൊണ്ട് ചെയ്യാം? 2 2 കൊണ്ട് ചെയ്യാം. എന്നിട്ടോ ഇതിന്റെ ലിമിറ്റ് എന്തായിരിക്കും? സൈൻ 3x/3x ന്റെ ലിമിറ്റ് ആസ് x ടെൻഡ്സ് ടു 0 1 അല്ലേ? 1. ആ അപ്പൊ 1 into 3 divided by limit sin 2x/2x ന്റെ ലിമിറ്റ് എത്ര? 1 അല്ലേ? 1 into 2, that is answer is equal to 3/2. 3/2. അതുപോലെ തന്നെ ഏത് വാല്യൂ വന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റും. tan x ന്റെ ഇതുപോലെ തന്നെ ചെയ്യാം. tan 3x by പറയുമോനെ, tan 3x by tan 2x എന്തായിരിക്കും? 3/2 എന്ന്. ആ കാരണം എന്താ? ലിമിറ്റ് എടുക്കുമ്പോ tan x 1 by ആക്കി x ന്റെ കിട്ടാ. ലിമിറ്റ് എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട്? tan x by x ന്റെ 1 ലിമിറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? 1 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് അത് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. Can you follow? യെസ് സർ. അപ്പൊ ഇതാണ് നമുക്ക് ഫണ്ടമെന്റൽ റിസൾട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രൂഫ് എഴുതേണ്ട തിയറംസ് ഒക്കെ വന്നത്. അപ്പൊ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സൈൻ തീറ്റ ബൈ തീറ്റയുടെ ലിമിറ്റ് എത്രയാന്ന് പറഞ്ഞേ? സൈൻ തീറ്റ ബൈ തീറ്റയുടെ ലിമിറ്റ് എത്രയാ പറഞ്ഞേ? 1 ആണ്. അതിന്റെ പ്രൂഫ് ചോദിക്കും പരീക്ഷയ്ക്ക്. എന്ത് ചോദിക്കും? പ്രൂഫ് ചോദിക്കും. ആ പ്രൂഫ് എഴുതാനായിട്ട് തയ്യാറാവണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മള് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതില് ഒരു പ്രോബ്ലം ഇങ്ങനെ വന്നായിരുന്നു മോനെ. യെസ്, കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലംസ് പറഞ്ഞായിരുന്നു. ഇനി വേറെ ഒന്നുള്ളത്, യെസ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a naught. ഇതൊരു nth ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇതെന്താ സാധനം? nth ഡിഗ്രി പോളിനോമിയൽ ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ ഇങ്ങനെ എഴുതാറില്ലേ? ax² plus bx plus c എന്ന് എഴുതാറില്ലേ? തേർഡ് ഡിഗ്രീനെ എങ്ങനെ എഴുതും? ax³ plus bx² plus cx plus d. അടുത്തതിനെയോ x raised to 4 plus bx³ അല്ലേ? cx² plus dx plus e. ഇങ്ങനെയല്ലേ എഴുതി പോവാ? ഇങ്ങനെയാണ് എഴുതി പോവാ. പക്ഷെ നമുക്കറിയാം 26 അക്ഷരം ഉള്ളൂ നമുക്ക് ആകെ കയ്യിൽ ABCD അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി പോയി 26 അക്ഷരം അവസാനിക്കില്ലേ? അവസാനിക്കും. കാരണം ഇവിടെ 4th ഡിഗ്രി വന്നപ്പോ തന്നെ എത്ര അക്ഷരം വന്നു? 1 2 3 4 5 അക്ഷരം വന്നു അല്ലെ? 4th ഡിഗ്രി വന്നപ്പോ തന്നെ 5 അക്ഷരം വന്നു. അപ്പൊ 25th ഡിഗ്രി വരുമ്പോ എല്ലാ ABCD കംപ്ലീറ്റ് ആവില്ലേ? തീരും. 25 ഡിഗ്രി വരുമ്പോ ABCD അപ് ടു XY Z വരും അല്ലേ? അതിലെ എക്സ് നമ്മൾ ഇവിടെ എക്സ് ഇവിടെ എടുത്തിട്ട് അപ്പൊ അവനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജനറലി പറയുമ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ABCD കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാർ ഇവിടെ എന്ത് കൊടുത്തേ? എണ്ണല് നമുക്ക് ഇൻഫിനിറ്റ് ലിമിറ്റ് ഇല്ല, എണ്ണൽ സംഖ്യ. അപ്പോ n എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എന്നിന് ഏത് നമ്പർ വേണമെങ്കിലും വരാലോ. അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ 1000 പറഞ്ഞാലും 1 lakh പറഞ്ഞാലും 1 crore പറഞ്ഞാലും നമ്മുടെ കയ്യിൽ n സ്റ്റോക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിന് നമ്മൾ ആദ്യത്തെ പിന്നെ ഇത് പാരാമീറ്റർ എടുത്ത് an മൈനസ് 1 എക്സെട്ര. അടുത്ത എന്തായിരിക്കും? an മൈനസ് 1 കഴിഞ്ഞാൽ ആരായിരിക്കും? an മൈനസ് 2 എക്സെട്ര എക്സെട്ര. കുറച്ച് കഴിയുമ്പോ അതിന്റെ പവർ ഇല്ലാണ്ടാവില്ലേ? x raised to n, x raised to n minus 1 കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് x raised to 0 വരില്ലേ മോനെ? x raised to 0 വരുന്നത് എപ്പോഴാ? x raised to n minus n വരുമ്പോഴല്ലേ?
ഇവിടെ നോക്കിയേ n ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ n ന്ന് 1 കുറച്ചു. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാ? n ന്ന് 2 n കുറച്ചു. minus 2. അടുത്തതില് n minus 3 വരും. അതനുസരിച്ച് നമ്മൾ ഈ സഫിക്സ് എഴുതി പോവാ. ഇവിടെ x n വരുമ്പോ n, ഇവിടെ n minus 1 വരുമ്പോ n minus 1 ഇങ്ങനെ എഴുതി പോവാ അല്ലേ? അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അവസാനം n ന്ന് n സബ്ട്രാക്ട് ചെയ്യുമ്പോ എത്ര വരും? 0 വരും. അപ്പൊ നമ്മൾ ഇവിടെ സഫിക്സ് എന്ത് കൊടുക്കും? a0. തൊട്ട് മുന്നത്തെ ആളാരായിരിക്കും? a1 x. a1 എന്ത് വരും? x x raised to ശരിക്കും വരുന്നത് n minus 1 ആണ് വരും. n minus 1. n ന്ന് n minus 1 കുറച്ച് എന്താ കിട്ടുക? 1 അല്ലേ കിട്ടുക? 1. കാരണം എന്താ? n minus n plus 1 that is 1 കിട്ടും. അപ്പൊ a0ന്റെ തൊട്ട് മുന്നത്തെ ആരായിരിക്കും? a1x. ആണ്. ഇനി നമ്മളോട് ഇതിന്റെ എങ്ങനെയാണ് ഈ പോളിനോമിയലിന്റെ ലിമിറ്റ് കാണുക? അതിന്റെ ലിമിറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് തുടക്കത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാല് ലിമിറ്റ് ഓഫ് കോൺസ്റ്റന്റ് ഈക്വൽ ടു ആര് തന്നെയാണ്? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഈ കോൺസ്റ്റന്റ് ഈക്വൽ ടു കോൺസ്റ്റന്റ് തന്നെയല്ലേ? അതെ. കെയുടെ ലിമിറ്റ് കെ ആണ്. 2ന്റെ ലിമിറ്റ് എന്ത് തന്നെയാണ്? 2 ആണ്. 3യുടെ ലിമിറ്റ് എത്ര തന്നെയാണ്? 3 തന്നെയാണ്. ഇനി ബാക്കിയുള്ള കാര്യം എന്താ വെച്ചാല് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ സം കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? അതെ സർ. അല്ലെ? കോൺസ്റ്റന്റിനെ എന്ത് ചെയ്യാം? കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടു എന്ന് കരുതുക. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്താ? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ ജി ഓഫ് എക്സ്. ലിമിറ്റ് ഓഫ് ദി സം ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ലിമിറ്റ്സ്. ഈ മൂവർ സംഘം നമുക്ക് ഒരുമിച്ച് ഒരു ലിമിറ്റിന് ഉപയോഗിക്കാം. കോൺസ്റ്റന്റ് ലിമിറ്റ് കോൺസ്റ്റന്റ് ആണ്. ലിമിറ്റ് ഓഫ് കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ ആണ്. ലിമിറ്റ് ഓഫ് ദി സം ഈസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് ദി ലിമിറ്റ്സ്. ഇത് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. മോനൊന്ന് പറഞ്ഞേ. എഫ് എക്സ് പ്ലസ് ജി എക്സ് പ്ലസ് എച്ച് എക്സ് വന്നാൽ എങ്ങനെ എഴുതും? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് എക്സ് പ്ലസ് ജി എക്സ് പ്ലസ് എച്ച് എക്സ് വന്നാൽ എന്ത് എഴുതും? limit extends to a f of x plus limit extends to a g of x plus limit extends to a h of x. അത് മൂന്നെണ്ണത്തിൽ ഒതുക്കേണ്ട കാര്യമില്ല. പിന്നെ അങ്ങോട്ട് നീണ്ടു പൊക്കോളി. Can you follow? Yes sir. സാറ് പറഞ്ഞു വരാം. അപ്പൊ നിങ്ങളോട് ചിലപ്പോ ചോദിക്കും ഏതൊക്കെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഇയാളുടെ ലിമിറ്റ് കണ്ടുപിടിക്കാന്ന് ചോദിക്കും. ഇയാളുടെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊക്കെ പ്രോപ്പർട്ടി? ഈ 3 പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മതിയാവില്ല എന്ന് പറഞ്ഞ് നോക്കിയേ. മതിയാവും സർ. കാരണം ലിമിറ്റ് ഓഫ് ദി സം ഈസ് ഈക്വൽ ടു എന്താ? സം ഓഫ് ദി ലിമിറ്റ്സ്. അപ്പൊ നമ്മൾ ആദ്യം അത് ചെയ്യും. എന്താ ചെയ്യുക? ലിമിറ്റ് ഓഫ് ദി സം ഈക്വൽ ടു സം ഓഫ് ലിമിറ്റ്സ് വരുമ്പോൾ എന്ന് പറഞ്ഞ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്. ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ചോദ്യമാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ an x raised to n plus limit extends to a അല്ലേ മോനെ? an minus 1 x raised to n minus 1 plus etc plus limit extends to a a1 x plus limit extends to a0. Can you follow? sir. അപ്പോൾ നമ്മൾ ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ലിമിറ്റ് ഓഫ് ദി സം ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ലിമിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതി. ഇനി അടുത്ത പണി എന്താ പറയും? ഇനി കോൺസ്റ്റന്റും വേരിയബിളിന്റെയും കോൺസ്റ്റന്റിന്റെ പുറത്തേക്ക് എടുക്കാം അല്ലെ? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ സോറി ആരെ പുറത്തേക്ക് എടുക്കാം? അവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ x raised to n പ്ലസ് ഇവിടെയോ an minus 1 into limit extends to x raised to n minus 1 plus etc plus a1 into limit extends to x plus limit of the constant a0 constant n
അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം വേരിയബിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് തന്നെ എടുത്ത് എഴുതാം അല്ലെ. ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് എ നോട്ട് തന്നെ ഇട്ട് എഴുതി. അപ്പൊ രണ്ടാമത്തെ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചല്ലോ. എന്ത് ഉപയോഗിച്ചു? രണ്ട് പ്രോപ്പർട്ടി ഉപയോഗിച്ചു. രണ്ട് പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? കോൺസ്റ്റന്റ് പുറത്തോട്ട് എടുക്കാം. അതോടൊപ്പം തന്നെ കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. That is equal to an into limit x raised to n എന്ന് പറഞ്ഞാൽ a raised to n അല്ലേ, പ്ലസ് an minus 1 into x raised to n minus 1 ന്റെ ലിമിറ്റ് എത്രയാ? a raised to n minus 1 plus etc plus a1 into a plus എന്താ വരുന്നേ? a0. ഇനി ഞാൻ ഇതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ഞാൻ ഇതിനെ പി ഓഫ് എക്സ് എന്ന് വിളിച്ചു വിചാരിക്കും. പോളിനോമിയൽ അല്ലേ? ഇതിനെന്തെന്ന് വിളിച്ചു? പി ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പി ഓഫ് എ. ഓക്കെ. പോളിനോമിയലിന്റെ ലിമിറ്റ് എന്താ? ലിമിറ്റ് കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? എക്സ് കാണുന്നിടത്ത് മൊത്തത്തിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഏതാ നമ്പർ? പി ഓഫ് 2 ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ആണെങ്കിൽ എന്ത് കണ്ടാൽ മതി? 2 കണ്ടാൽ മതി. എക്സ് ടെൻസ് ടു 3 ആണെങ്കിൽ 3 കൊടുത്താൽ മതി. 3 കൊടുത്താൽ. Can you follow the steps? Yes sir. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഭാഗത്തു നിന്ന് വരുന്ന പ്രോബ്ലംസിൽ പെടുന്ന സാധനങ്ങള്. അപ്പൊ മക്കളതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, മാച്ചോട്ടെ ഇത്. ഇനി നമുക്ക് ഈ ലിമിറ്റ് നമ്മളിപ്പോ ഇങ്ങനെ കണ്ടു, കുറച്ച് പ്രോപ്പർട്ടീസ് കണ്ടു. ഇതൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ ഉണ്ട്. എന്ത് ഡെഫിനിഷനാണ്? ഫോർമൽ ഡെഫിനിഷൻ. ഇപ്പൊ ആ ലിമിറ്റിന്റെ ഒരു നൊട്ടേഷൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം എൽ. എല്ലിനെ നമ്മൾ ലിമിറ്റ് എന്ന് വിളിക്കും. എല്ലിനെ എന്ന് വിളിക്കുക ലിമിറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ നൊട്ടേഷൻ. ലിമിറ്റ് കാണാനുള്ള നൊട്ടേഷൻ എൽ ടി എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണ്. ഇതിനെ ഒന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോ എക്സ് ആരിലേക്ക് പോണെന്നാ പറഞ്ഞേ? എയിലേക്ക്. അതായത് എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്നുണ്ടെങ്കിൽ എക്സ് ആരിലേക്ക് വരുന്നു? എയിലേക്ക് വരുന്നു. അതിന്റെ അർത്ഥം എക്സും എയും തമ്മിലുള്ള അകലം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എക്സ് എയിലേക്ക് വരുമ്പോ എക്സും എയും തമ്മിലുള്ള അകലം എന്താ ചെയ്യാൻ മോനെ? കുറയല്ലേ ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് നീ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കോളേജിലേക്ക് പോകുമ്പോ ഓൺ ദ വേ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള അകലം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാ? കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യാ അല്ലെ? അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുമ്പോ എന്താ ഉണ്ടാവുക? വീടും നീ ആയിട്ടുള്ള അകലം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒരേ സമയത്ത് വണ്ടിമേള പോണേന്നുണ്ടെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുക ചെയ്യുക. ഓക്കെ, അപ്പൊ കോളേജിലേക്ക് വരണേന്നുണ്ടെങ്കിൽ കോളേജ് നീയും തമ്മിലുള്ള അകലം എന്താ ചെയ്യാ? നിന്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോണേന്നുണ്ടെങ്കിൽ കോളേജും അത് കുറയും. അത് കുറയല്ലേ ചെയ്യാ? അപ്പൊ ഈ എ എന്ന് പറയുന്നത് കോളേജ് ആവാം വീടാവാം. എ എന്ന് പറയുന്നത് കോളേജ് ആവാം വീടാവാം. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കോളേജിലേക്ക് വരുമ്പോ കോളേജും നീയും തമ്മിലുള്ള അകലം എന്ത് ചെയ്തോണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഈ നീ പറയുന്നതാണ് ഈ എക്സ്. നീ എന്ന് പറയുന്ന ആളാണ് ആര്? എക്സ്. അപ്പൊ എക്സ് ആരുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്? എയുടെ അടുത്തേക്ക് കോളേജിലേക്ക് വന്നോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നീയും കോളേജും തമ്മിലുള്ള അകലം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം പൊരുള് മനസ്സിലായോ? അപ്പോ ഈ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? കുറയണം. നീ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നീയും കോളേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 0 ആണ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ആരിലേക്കാ ടെൻഡ് ചെയ്യുന്നത്? 0-ലേക്കല്ലേ പോകുന്നേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ടെൻസ് ടു എ മതി. നീ കോളേജിൽ എത്തേണ്ട കാര്യമില്ല, കോളേജിലേക്ക് പോയാൽ മതി. മനസ്സിലായോ പിള്ളേര്? ഓക്കെ, എക്സ് എവിടേക്ക് പോയത്? നിന്റെ ഉന്നം എന്താണ്? കോളേജാണ്.
അതപ്പോ വീട്ടിൽ നിന്ന് പോരുമ്പോ ആ ഡിസ്റ്റൻസ് കുറഞ്ഞു 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 വരും. അതായത് ഈ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? വളരെ കുറവായിരിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ അത് രണ്ട് തരത്തിലാവാം. നീ കോളേജിന്റെ ഡയറക്ഷനിൽ പോന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കോളേജിന്റെ ഡയറക്ഷനിൽ പോന്നുകൊണ്ടിരിക്കുമ്പോ ആ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കുക. നീ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി ഒന്ന് തിരിച്ചു നിർത്തിയെന്ന് കരുതുക, അപ്പൊ നിന്റെ ഡയറക്ഷൻ മാറിയില്ലേ? മാറി. എന്നാലും കോളേജ് നീ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ ഉണ്ടാവില്ലേ അവിടെ? ഉണ്ടാവും. അപ്പോ ആ ഡിസ്റ്റൻസിന് നമുക്ക് സൈൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ സൈൻ നോക്കണം, ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ വരുന്ന സൈൻ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഡിസ്റ്റൻസ് എപ്പോഴും സൂചിപ്പിക്കുക മോഡുലസ് എന്ന് പറയുന്ന വാല്യൂ ആണ്. മോഡുലസ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആവാം, അതിന്റെ ഉള്ളിലിരിക്കുന്ന ആള് പോസിറ്റീവ് ആവാം, ഉള്ളിലിരിക്കുന്ന ആൾ എന്താവാം? നെഗറ്റീവ് ആവാം. മോന് മനസ്സിലാവുന്നുണ്ടോ പറയണത്, സാർ പറയണത്? ഓക്കെ. അപ്പൊ ഡിസ്റ്റൻസ് നോഷൻ എപ്പോഴും എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുക? മോഡുലസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് കണ്ടമാനം വരും. മാത്സിൽ ഈ ഡിസ്റ്റൻസിന് വലിയ റോൾ ഉണ്ട്. ഓക്കെ. അപ്പൊ ഡിസ്റ്റൻസ് കണ്ട ഉടനെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് എന്താ? മോഡുലസ് ആണ് ഓർമ്മ വരുന്നത്. അപ്പോ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പൊ നിന്റെ വീടും കോളേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എത്ര കിലോമീറ്റർ എന്ന് അറിയില്ലേ? ക്ലിയർ ആയോ മോനെ? അതിന് നമ്മളൊരു ഒറിജിൻ വെക്കും. ഒറിജിൻ വെക്കുന്നോണ്ടാണ് നിനക്ക് ഇപ്പൊ അതാണ് കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. ഇത് ഞങ്ങളുടെ സ്റ്റാൻഡാണ് നിന്റെ ഒറിജിൻ എന്ന് വിചാരിക്കുക, റൈറ്റ്? നിന്റെ വീട് ഏകദേശം അതിന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന ഒരു സ്ഥലം ഏതാണ്? മാപ്രാണത്താന്ന് വിചാരിക്കുക. നിന്റെ വീട് പറയുമോനെ? ഹലോ, നെറ്റ് പോയാ? കട്ടായി പോയി. എന്തുട്ടാ കട്ടായിക്കണേ? ഇതില് കാണുന്നുണ്ടല്ലോ പിള്ളേരെ. അല്ല, നിന്റെ വീഡിയോ നോക്കിയേ. കാണാം. ഇപ്പൊ ശരിയായോ? എന്താ നീ പറയണേ? ഇപ്പൊ കാണലും കേൾക്കലുണ്ടോ നീ? കാണുന്നുണ്ട്. എന്റെ ഹാങ് ആയതാണ്. അതെ 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 അതെ. അപ്പൊ നമ്മള് ക്രൈസ്റ്റ് കോളേജിലേക്ക് നിനക്ക് മാപ്രാണത്താണ് നിന്റെ വീടുന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് നിനക്ക് അറിയാം. പക്ഷെ നമ്മള് കൃത്യമായിട്ട് ഒരു ബസ് പോകുമ്പോ എന്താണ്ടാവും? ബസ് സ്റ്റാൻഡിൽ പോയിട്ടല്ലേ പോവാ? അതെ. അപ്പൊ നമ്മള് സാധാരണ ഇതിലൊരു ഒറിജിൻ വെക്കും. അതാ ഒറിജിൻ ബസ് സ്റ്റാൻഡ് ആണ്. അപ്പൊ നമ്മള് മാപ്രാണത്തുനിന്ന് പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ആ ഡിസ്റ്റൻസ് എടുക്കുക. അതൊരു 6 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ക്ലിയർ ആയോ? ഇനി ബസ് സ്റ്റാൻഡും ക്രൈസ്റ്റ് കോളേജും തമ്മിൽ 2 കിലോമീറ്റർ ഉണ്ട്, 1.5 കിലോമീറ്റർ ഒക്കെയാണ്. 2 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നീയും കോളേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് മാപ്രാണം, ഇത് ക്രൈസ്റ്റ് കോളേജ്, ഇത് ബസ് സ്റ്റാൻഡ്. നോക്കി പോനെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര? 6 - 2 അല്ലേ? അതെ. അല്ലെങ്കിൽ 2 - 6 എന്ന് പറയാം. പക്ഷെ അതിന്റെ എന്ത് എടുക്കണം? അപ്പൊ 2 - 6 എടുത്താൽ മോഡുലസ് എടുക്കും. അപ്പൊ നമ്മൾ ഈ X- എഴുതുന്നതിന്റെ സാങ്കേതികത്വം മനസ്സിലായോ? അപ്പൊ കോളേജ് എടുത്തു, അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാന്ന് ചോദിച്ചാലുള്ള കൺഫ്യൂഷൻ മാറി. നമുക്കറിയാം ബസ് കോമൺ ആയിട്ട് പോകുന്ന ഒരു സ്ഥലം ഉണ്ട്. ഏതാണ്? ബസ് സ്റ്റാൻഡ്. അത് നമ്മൾ 0 ആയിട്ട് വിചാരിക്കുക. എന്നിട്ട് മാപ്രാണത്തേക്ക് പോകാൻ 6 കിലോമീറ്റർ, ക്രൈസ്റ്റിലേക്ക് പോകാൻ 2 കിലോമീറ്റർ. അപ്പൊ മാപ്രാണത്തിൽ നിന്ന് ക്രൈസ്റ്റിലേക്ക് വരാൻ എത്ര മതി? X - A അല്ലേ? ക്ലിയർ? അപ്പൊ ഇതൊരു ഡിസ്റ്റൻസ് നോഷൻ ആണ്. എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് പറയുമോനെ? ഇവിടെ നമുക്ക് എക്സ് എയിലേക്ക് പോകണം. ഇവിടെ മോഡുലസ് എടുക്കാൻ സാറ് കാരണം എന്ന് വെച്ചാല് എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് പോണെന്നുണ്ടെങ്കിൽ X- A എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലെ? എക്സ് എയുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ എക്സ് കൂടുതലല്ലേ എനേക്കാൾ? അപ്പോ അപ്പോ X- A എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ വടി ഇടേണ്ട കാര്യം ഉണ്ടാ? മോഡുലസ് ഇടേണ്ട കാര്യം ഇല്ല ശരിക്കും. ഇല്ല. പക്ഷെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നാലോ?
എക്സ് ചെറുതായിരിക്കും എക്സ് എനേക്കാൾ. ചെറുതായിരിക്കും എനേക്കാൾ. അപ്പൊ എക്സ് മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവില്ലേ? നെഗറ്റീവ് ആവും. ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തിടണം? മോഡുലസ് ഇടണം. മോഡുലസ് ഇടണം. അതുകൊണ്ടാണ് മോഡുലസ് ഇടുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് മാത്രം. അപ്പൊ റൈറ്റ് ലിമിറ്റ് മാത്രം ഉള്ളെങ്കിൽ നമ്മൾ മോഡുലസ് ഇടേണ്ട കാര്യമില്ല. റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരുന്നതാണ്? റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നതാണ്. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാ? ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ അതിന് എന്ത് വേണ്ടി വരും? മോഡുലസ് വേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇനിവേ രണ്ട് ലെഫ്റ്റും റൈറ്റും ഉള്ളത് കൊണ്ട് നമ്മൾ ഡിസ്റ്റൻസ് നോഷൻ എഴുതുമ്പോ ത്രൂ ഔട്ട് എന്തെന്ന് എഴുതുക? മോഡുലസ് എക്സ് മൈനസ് ആയി. എക്സ് മൈനസ്. ഈ എക്സ് ആരിലേക്കാ പോണ്ടേ? എയിലേക്കല്ലേ പോണ്ടേ? അപ്പൊ ഇവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞിരിക്കണ്ടേ? ആയിരിക്കണം. എക്സ് ഇങ്ങനെ എയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പറയും ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എ മസ്റ്റ് ബി ലെസ് ദാൻ സം സ്മോൾ നമ്പർ ഡെൽറ്റ. എന്താ പറയാ? പറയുമ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് സീറോന് അടുത്ത വാല്യൂ ആയിരിക്കും. 1 താഴെ ആയിരിക്കും. അപ്പൊ 0.1 വരാം. ഡെൽറ്റ ആര് വരാം? 0.1 വരാം. അല്ലെങ്കിൽ 0.01 വരാം. അതൊക്കെ കുഞ്ഞു കുഞ്ഞു വാല്യൂസ് ആണ്. 0.001 വരാം. അപ്പൊ ഡെൽറ്റയ്ക്ക് കൊടുക്കാവുന്ന വാല്യൂസ് ഒക്കെ എന്താ? പോസിറ്റീവ് ആണ്. അത് ഡെൽറ്റ എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയിരിക്കും. കുഞ്ഞു വാല്യൂ ആയിരിക്കും. അതിന്റെ വാല്യൂ ആരുടെ അടുത്ത വാല്യൂ ആയിരിക്കും? 0 അടുത്ത വാല്യൂ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് എക്സ് എവിടേക്ക് എയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞു വരണം. അതായത് ആരെക്കാൾ കുറവായിരിക്കണം? ഡെൽറ്റയെക്കാട്ടും. സാധാരണ ഇതിൽ നമ്മൾ പറയുമ്പോ എക്സ് ഒരിക്കലും എ ആവില്ല എന്ന് നമ്മൾ വിചാരിക്കും. എക്സ് ആരിലേക്ക് പോകണമെന്ന് വിചാരിക്കുള്ളൂ? സീറോയിലോട്ട്. അല്ല, സോറി, എക്സ് എയിലേക്ക് പോണേ ഉള്ളൂ. എയിലേക്ക് പോണേ ഉള്ളൂ. ആരാവണില്ല സാധാരണഗതിയില്? എയിലോട്ട് ആവണില്ല. എ ആവണില്ല. എ ആവണെങ്കിലാണ് എ മൈനസ് എ വരുള്ളൂ. അപ്പൊ ജനറലി നമ്മൾ എന്താ പറയുള്ളൂ? എക്സ് ഒരിക്കലും എ ആവണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ പല ലിമിറ്റ് കണ്ടപ്പോഴും എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടോ? എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? പക്ഷെ ഐഡിയൽ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റില് എക്സ് ആരാവണമെന്ന് നിർബന്ധമില്ല. എ ആവണമെന്ന് നിർബന്ധമില്ല. എക്സ് ആരിലേക്ക് പോയാ മതി? എയിലോട്ട് പോയാ മതി. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈക്വൽ ടു 0 എന്നല്ല എഴുതുക. എന്താ പറയുക? 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് ലെസ് ദാൻ ഡെൽറ്റ. എന്നത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയുമോനെ. ഇതൊരിക്കലും എന്താവണമെന്നില്ല. ഈ മോഡ് എക്സ് മൈനസ് എന്താവണമെന്നില്ല? 0 ആവണമെന്നില്ല. പക്ഷെ മോഡ് ആയതുകൊണ്ട് എപ്പോഴും അത് പോസിറ്റീവ് ആയിരിക്കില്ലേ? മോഡുലസ് ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോ അതിനെ പറഞ്ഞിട്ടുള്ളൂ, പോസിറ്റീവ് ആയിരിക്കും. ഈ ഡെൽറ്റ ആരാന്നാ പറഞ്ഞേ? ഡെൽറ്റ ചെറിയ നമ്പർ, കുഞ്ഞ നമ്പറാന്നാ പറയുന്നത്. ഓക്കെ. അപ്പോ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയി എക്സ് ടെൻസ് ടു എന്റെ എക്സ്പ്ലനേഷൻ ആയി. എക്സ് എവിടേക്ക് പോകുന്നതിന്റെയാണ് എക്സ്പ്ലനേഷൻ ആയത്? എയിലേക്ക്. അപ്പൊ ഉടനടി നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട സ്മോൾ നമ്പർ ആരാ? ഡെൽറ്റ. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ കിട്ടി അല്ലേ? ഇനി നോക്കിയപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണ്. എക്സ് എയിലേക്ക് അടുക്കുമ്പോ എഫ് എക്സ് ആരിലേക്ക് വരണം? എഫ് എക്സ് ആരിലേക്ക് പോണ്ടേ? എല്ലിലേക്ക് പോണം. അപ്പൊ ആക്ച്വലി ഇങ്ങനെയാണ് പറയുക. ആസ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ടെൻസ് ടു എന്താണ്? എഫ് ഓഫ് എക്സ് ടെൻസ് ടു എന്താ വരിക? എല്ലിലേക്ക്. മനസ്സിലായോ? അവിടെയും നമ്മൾ നോക്കിയ മോനെ എഫ് എക്സ് എല്ലാം ആവണില്ലല്ലോ. നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ എഫ് എക്സും എല്ലും തമ്മിലുള്ള അകലം വളരെ കുറയണ്ടേ? അവിടെയും അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് എക്സ് ആൻഡ് എൽ എന്ന് എങ്ങനെയാ പറയാ മോനെ? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ അല്ലേ? അത് വളരെ കുറഞ്ഞിരിക്കണ്ടേ? അപ്പൊ നമ്മൾ അവിടെ വേറൊരു നമ്പറിനെ കൊണ്ടുവരും, എപ്സിലോൺ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? എപ്സിലോൺ. ഈ എപ്സിലോണും വളരെ ചെറുതാണ്. ലിമിറ്റിംഗ് കേസിൽ അതും 0ലേക്ക് പോകും. മനസ്സിലായോ? അപ്പൊ ഈ ഡെഫിനിഷനിലേക്ക് എത്തുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയണമെങ്കിൽ
Given epsilon greater than 0, there exists a positive number delta, however small, such that whenever 0 less than mod x minus a less than delta implies that mod fx minus l less than epsilon. പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. വലുത് മനസ്സിലായോ നിനക്ക്? കുറച്ചൊക്കെ മനസ്സിലായി. കുറച്ചൊക്കെ മനസ്സിലായി. എന്താ മനസ്സിലാവണേ? നമ്മൾ എവിടുന്നാ തുടങ്ങുന്നതെന്ന് പറഞ്ഞ എക്സ് എവിടേക്കാ പോണ്ടേ? എയിലോട്ട് പോണം. അപ്പൊ അതായത് എക്സും എയും തമ്മിലുള്ള അകലം വളരെ കുറയണം. അത് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് ഈ ഡെഫിനേഷൻ ആണ്. വി സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയണമെങ്കിൽ given epsilon greater than 0, അത് അവിടെ ഫിക്സഡ് ആയിട്ടൊരു നമ്പർ. അതും 0.1 ആവാം, 0.31 0.01 ആവാം, 0.001 ആവാം, 0.002 ആവാം. ഇതൊക്കെ ആർക്ക് കൊടുക്കാവുന്ന വാല്യൂസ് ആണ്? എപ്സിലോൺ. അത് നമ്മൾ ഫിക്സഡ് ആണ് എപ്പോഴും. ഈ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ആരെ കണ്ടുപിടിക്കുക? ഡെൽറ്റനെ കണ്ടുപിടിക്കുക. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. അപ്പോ we say that limit x tends to f of x equal to L ആവണമെങ്കിൽ given epsilon, നിന്റെ എപ്സിലോൺ ആയിട്ട് നിനക്ക് എന്തായിട്ട് എടുക്കാം? 1 എടുക്കാം, 0.1 എടുക്കാം, 0.001 എടുക്കാം, 0.002 എടുക്കാം. കിട്ടുന്നുണ്ടോ മോനെ? ആ വാല്യൂ എപ്സിലോൺ എടുക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യണം? whenever 0 less than mod x minus a less than delta implies that fx ഉം l ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആരെക്കാൾ കുറവായിരിക്കും. This is known as epsilon delta condition for limits. ഇതിനെ എന്താ വിളിക്കുക? epsilon delta condition for limits. Epsilon delta condition for limits. Can you follow? sir. Clear ആവുന്നുണ്ട്? അല്ലേ? ഇനി നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം, ഇത് നമ്മൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കുക. എന്ന് വെച്ചാല് ഇവര് നമ്മളോട് പറഞ്ഞിരിക്കുന്നു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2x minus 1. ഇതിന് ഈ ഡെഫിനേഷൻ ഒന്നും വേണ്ട ശരിക്കും. നമുക്ക് ഈക്വൽ ടു എത്ര വരെ മോനെ? 2 4 -1 3 കിട്ടില്ലേ? ഈ എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു എന്ന് കരുതുക. എന്ത് കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാ? എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ. അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് എപ്സിലോൺ ഒരു 0.1 ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കണേ? എപ്സിലോൺ 0.1 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും ഇതെന്നാണ് ചോദ്യം. അതനുസരിച്ച് ഡെൽറ്റ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. അതനുസരിച്ചിട്ട് എന്ത് കാണാനാണ്? ഡെൽറ്റ കണ്ടുപിടിക്കണം. അപ്പൊ ആരെ തന്നിട്ടുണ്ട് നമുക്ക്? എപ്സിലോൺ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ലിമിറ്റ് 3 ആണെന്ന് നമുക്കറിയാം. അത് എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്സിലോൺ ഈസ് ഗിവൺ ടു ബി എത്രയാ? എപ്സിലോൺ ഈസ് ഗിവൺ ടു ബി എത്രയാ? 0.1 ആണ്. അപ്പൊ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എത്ര? ഇവിടെ 3 അല്ലേ? 3 ലെസ് ദാൻ എത്രയാ? 0.1 ആണ്. ഇതുവരെ വളരെ ശരിയാണോ മോനെ? ഇത് വളരെ വളരെ ശരിയാണ്. പക്ഷേ എഫ് ഓഫ് എക്സ് എത്രയാ? 2x minus 1 minus 3 must be less than 0.1. ശരിയാണോ? That is modulus 2x minus 4 less than 0.1. ശരിയാണോ? അല്ലേ? -1 -3 4 അല്ലേ? -4 അല്ലേ? That is modulus of 2 into x minus 2 less than 0.1 ആണോ? ഇവിടെ കോമൺ ആയിട്ട് ആരും എടുത്തു സാറ്? 2 എടുത്തു. ക്ലിയർ ആയോ? That is 2 into modulus x minus 2 less than 0.1 ആവും. 2 പോസിറ്റീവ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്ത മോഡുലസിന് വ്യത്യാസം വരില്ല. മോഡുലസ് ഓഫ് 2 into modulus of x minus 2 ആണ് വരുന്നത്. മോഡുലസ് ഓഫ് AB എന്താ പഠിച്ചേക്കണം നമ്മള്? മോഡുലസ് ഓഫ് AB equal to mod A into mod B ആണ്. അപ്പൊ ആദ്യത്തെ ആളുടെ മോഡ് 2 എത്ര തന്നെയാ? 2 തന്നെയല്ലേ? 2 into mod x minus 2 less than 0.1 അല്ലേ? That is mod x minus 2 less than 0.1/2 അല്ലേ? അതെ. That is equal. ഈ 0.1/2 എന്ന് പറഞ്ഞാൽ എത്രയാ മോനെ? 0.05.
0.05. അപ്പൊ എനിക്ക് കിട്ടിയത് എത്രയാ? mod x minus 2 less than 0.05. എപ്പോഴാണ് എപ്സിലോൺ എത്രയാവുമ്പോഴാണ്? 0.1 ആയിട്ട് നമ്മൾ നിശ്ചയിക്കുകയും ലിമിറ്റ് 3 ആയിട്ട് കിട്ടുകയും ചെയ്താൽ എന്താണ് കിട്ടിയത് നമുക്ക്? എക്സും രണ്ടും തമ്മിലുള്ള അകലം 0.05 ആണ്. നമുക്കറിയാം ഡെഫിനിഷനിൽ mod x minus a less than delta എന്ന് കിട്ടണ്ടേ? ഈ കിട്ടുന്ന ഡെൽറ്റ വാല്യൂ ആണ് നമ്മുടെ അവിടുത്തെ താരം. എപ്സിലോൺ ആർക്ക് കറസ്പോണ്ടിങ് ആയിട്ട്? 0.1 കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എന്താണെന്നാണ് നിന്നോട് ചോദിക്കണേ. ഇവിടെ നിനക്ക് വല്ലതും പറയാൻ പറ്റുന്നുണ്ടോ ഡെൽറ്റയുടെ വാല്യൂ ഏതാന്നുള്ളത്? ഇവിടെ x ടെൻസ് ടു a ആണ്. ഇവിടെ എത്ര? x ടെൻസ് ടു 2 ആണ്. അപ്പൊ മോഡ് x മൈനസ് എക്ക് പകരം എന്ത് പറയണം മോനെ? x minus 2 ലെസ് ദാൻ ഡെൽറ്റയ്ക്ക് പകരം ഇവിടെ എന്ത് പറയണം? 0.05. അപ്പോ ഡെൽറ്റ എന്ത് കിട്ടി? 0.05. കാര്യം പിടികിട്ടിയോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ mod x minus 2 ലെസ് ദാൻ 0.05 ആകുമ്പോ fx minus 3 mod fx minus 3 ലെസ് ദാൻ എന്തായിക്കോളും? 0.1 ആവും. ശരിക്കും നമ്മൾ നോക്കിയത് ഇത് വെച്ചിട്ടാ നോക്കി വന്നിട്ട് നമ്മൾ ആരെ അന്വേഷിച്ചു പോയിരുന്നു? എപ്സിലോൺ വെച്ചിട്ട് ആരെ അന്വേഷിച്ചു പോയിരുന്നു? ഡെൽറ്റന് നമ്മുടെ വാല്യൂ കിട്ടി എത്രയാ? 0.05. ഇത് മനസ്സിലായോ കൂട്ടന്? അപ്പൊ ഇവിടെ ആരുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി? ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എപ്സിലോണിന്റെ വാല്യൂ തന്നിട്ട് നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് ഇവിടെ സൂത്രം തന്നേക്കണേ? ഡെൽറ്റയുടെ വാല്യൂ. സമയം എത്രയും മോനെ? 11:23. ഓക്കെ. അപ്പൊ ഇതാണ് ലിമിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫോർമൽ ഡെഫിനിഷൻ. അപ്പൊ എന്താ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു നോക്കിയാൽ we say that limit extends to a equal to L if എന്താ മോനെ? 0 less than if given epsilon greater than 0 however small there exists എന്ത് വേണം? A delta such that whenever 0 less than x minus a less than delta implies mod of f of x minus L less than epsilon. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. we say that limit extends to a f of x equal to L. എപ്പോഴാ പറയുക? given ആര് വേണം? നമുക്ക് എടുക്കാവുന്ന ഒരു വാല്യൂ ആണ്. given epsilon greater than 0 there exists ആര് വേണം? delta greater than 0 such that mod whenever 0 less than modulus of x minus a less than delta implies modulus of f of x minus L less than epsilon. ആരാ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാളൊന്ന് ആൻസർ പറഞ്ഞതിന്റെ? ലക്ഷ്മി അവിടെ? ലക്ഷ്മി ഫ്രം കാർളം പറയേ. We say that limit extends to f of x equal to L given that epsilon given epsilon greater than 0 ഈ നൊട്ടേഷൻ there exists എന്നാണ്. ഈ തിരിച്ചിട്ടാൽ അതിനെ വഹിക്കുന്നത് എന്നതാണ്? there exists a delta greater than 0. Okay. Delta greater than 0. It belongs to തിരിച്ചിട്ട ഞങ്ങൾ such that എന്ന് പറയാറുണ്ട്. അത് ക്രൈസ്റ്റിൽ മാത്രമുള്ള നൊട്ടേഷൻ ആണോ ഞങ്ങൾ പഠിക്കും? അല്ലെങ്കിൽ ST എന്ന് പറയാറുണ്ട്. such that whenever 0 less than mod x minus a less than delta implies f of x mod f of x minus L less than epsilon. പക്ഷെ നമുക്ക് സാധാരണ പ്രോബ്ലത്തിൽ ആരുടെ വാല്യൂ തരിക ചെയ്യുക?
എപ്സിലോണിന്റെ വാല്യൂ തരും. തരും. എന്നിട്ട് നമുക്ക് എക്സിന്റെ റെസ്ട്രിക്ഷൻ കണ്ടുപിടിക്കണം. എക്സിന്റെ റെസ്ട്രിക്ഷൻ പറഞ്ഞാൽ ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം? ഡെൽറ്റ. ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് വരുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ക്ലിയർ ആണ് സർ. ആരെങ്കിലും ഒരാൾ കൂടി പറഞ്ഞേ. ആരാ അവിടെ ഉള്ളത്? നമ്മുടെ നന്ദന. ഹലോ നന്ദന നമ്മുടെ ക്ലാസ്സിൽ തന്നെയല്ലേ? വന്നിട്ടില്ലേ? മണി നന്ദന ഇല്ലേ? നെറ്റ് സ്ലോ ആണ്. വേറെ ആരാ പറയണേ? ലക്ഷ്മി, ലീഡർ ലക്ഷ്മി, ലീഡർ. ഇയാൾക്ക് നെറ്റില്ലേ? അപ്പൊ ലക്ഷ്മി കണ്ടിന്യൂ ചെയ്യൂ. ലക്ഷ്മി ഒരു പ്രോബ്ലം ചെയ്യാം. നേരത്തെ മറ്റാൾ പ്രോബ്ലം ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 3x ഈക്വൽ ടു 6 ആണെന്നാണ് ഇവിടെ നമ്മളെ. ഹലോ ലക്ഷ്മി, ഈക്വൽ ടു 6 3 × 2 6 അല്ലേ? അതെ. ഇനി നമുക്ക് എപ്സിലോൺ ഈക്വൽ ടു 0.01 ആകുമ്പോ ഇയാൾക്ക് കൊടുക്കാവുന്ന ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയണേ. എപ്സിലോൺ എത്രയാ പറഞ്ഞേക്കണേ? 0.01. 0.01 ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആരുടെ വാല്യൂ ആണ്? ഡെൽറ്റ. അപ്പൊ മോഡ് fx മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പ് അല്ലേ? ഇവിടെ fx ആരാ? 3x. L ആരാ? 6. ദാറ്റ് ഈസ് ലെസ് ദാൻ ആരാണ്? 0.01. ഇതുവരെ വളരെ ശരിയാണ് നമുക്ക്. ഓക്കെ ആണ്. ഇനി x ടെൻസ് ടു 2 അല്ലേ നമുക്ക് കിട്ടേണ്ടത്? അപ്പൊ മോഡ് x മൈനസ് 2 അല്ലേ കിട്ടേണ്ടത്? അത് കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ആരെ കിട്ടാൻ മതി? 3 into x minus 2 modulus less than 0.01. Can you follow? Yes sir. 3 പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയത് കുഴപ്പമില്ല. 3 into mod x minus 2 less than എത്ര കിട്ടുക? 0.01. Therefore mod x minus 2 less than 0.01 divided by 3. Am I right? Yes. അപ്പോ ഇവിടെ mod x minus 2, ഇവിടെ mod x minus 0 less than mod x minus a less than delta എന്നല്ലേ നമ്മൾ പറയാ. ഇവിടെ a 2 അല്ലേ? അപ്പൊ mod x minus 2 അല്ലേ ലെസ് ദാൻ ഡെൽറ്റ അല്ലേ വരണ്ടേ? അതെ. അപ്പൊ ഈ ഡെൽറ്റയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ആരാ? 0.01/3. അപ്പോ we can choose delta as എന്താണ്? 0.01 divided by എന്തെടുക്കാം? 3. ഇതിന് നമുക്ക് ആരായിട്ട് ചൂസ് ചെയ്യാം? ഡെൽറ്റ ചൂസ് ചെയ്യാം. Can you follow the step? Yes sir. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഇനി നമ്മള് ആ വാല്യൂ എത്രയാ പോയിന്റിലിട്ട് ചോദിച്ചാൽ എത്ര വരെ? പോയിന്റ് എത്ര വരെ മോളത്? പോയിന്റ് 0.003 ഇങ്ങനെ പോലെ അല്ലേ? അതിൽ നമുക്കൊരു കൃത്യം വ്യക്തമായിട്ടൊരു വാല്യൂ വേണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡെൽറ്റ ആയിട്ട് ഏറ്റവും കുഞ്ഞു വാല്യൂ എടുക്കുക. ഏറ്റവും കുഞ്ഞു വാല്യൂ ഏതായിരിക്കും മോനെ? 0.003 ആയിട്ട് ആരെ എടുക്കാം? ഡെൽറ്റ. അതിന്റെ അർത്ഥം എന്താ വെച്ചാല് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് എല്ലാത്തിനും 2 ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഡെൽറ്റയ്ക്ക് എടുക്കാവുന്ന അതിൽ വെച്ചിട്ടുള്ള ഏറ്റവും കുഞ്ഞു വാല്യൂ എടുക്കാൻ നല്ലത്. നേരത്തെ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. ഏതായിരുന്നു ആ പ്രോബ്ലത്തിൽ? കൃത്യം എത്ര കിട്ടിയ ഡെൽറ്റ മോനെ? 0.05. അത് വ്യക്തമായിട്ടൊരു വാല്യൂ ആയിരുന്നു അല്ലെ? അതിന് ഡെസിമൽ കൂടുതലുണ്ടോ? ഇല്ല.
ഓക്കെ, ഇനി ആ 0.05 അത് 0.04 എടുത്താൽ അത് ശരിയായിരിക്കും. ക്ലിയർ ആവുണ്ടോ? ആ